ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി പതിര് കറിയാണ് കേട്ടോ. കറിയായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഒരു സെമി കറി, ഒരു സെമി റോസ്റ്റ് പോലെ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ബീഫിൻ്റെയൊക്കെ ലങ്സ് ആണ്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഞാനൊരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഇട്ടപ്പം ഇച്ചിരി ചെറിയ കുക്കറായിപ്പോയി, അത് ഞാനൊരു വലിയ കുക്കറിലോട്ട് മാറ്റി കേട്ടോ. അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ ആദ്യം അത് ഇപ്പോൾ ലങ്സ് മുഴുവനോടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് രണ്ടായിട്ടോ മൂന്നായിട്ടോ കട്ട് ചെയ്തിട്ട് വേവിക്കുക. വേവിച്ചിട്ട് നിങ്ങൾ ചെറുതാക്കി കട്ട് ചെയ്യുക കേട്ടോ, അല്ലാതെ കട്ട് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. അപ്പം അതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കഷ്ണം പട്ട, പിന്നെ കുറച്ച് ഏലക്ക, ഏലക്ക, 2 ഗ്രാമ്പൂ, പിന്നെ ഇടുന്നത് ഉപ്പ്, പിന്നെ ഒരു ഇച്ചിരി വിനാഗിരിയും കൂടെ കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 6 വിസിൽ മാക്സിമം വേവിക്കാൻ വയ്ക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് വലിയ പീസായിട്ടാണ് കിട്ടണമെങ്കിൽ അങ്ങനെ ആ പീസ് ഇടാൻ പറ്റുമെങ്കിൽ 2ആക്കിയോ 3ആക്കിയോ അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കുക്കറിനകത്തിട്ട് ഇതുപോലെ 6 വിസിൽ വേവിക്കുക. ഇതേപോലെ മഞ്ഞൾപ്പൊടിയും ഈ ഹോൾ സ്പൈസസും എല്ലാം ഇട്ട് ഒന്ന് വേവിക്കുക. വേവിച്ചതിന് ശേഷം മാത്രം അത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. അല്ലാതെ കട്ട് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. നമ്മുടെ കത്തി നല്ലതാണെങ്കിൽ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഇതിനി ഒരു 6 വിസിൽ മാക്സിമം വേവിച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ വേവിച്ചെടുക്കുക. ഇതിനകത്ത് ഞാൻ കുറച്ച് കൊഴുപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മുടെ ബീഫിൻ്റെ തന്നെ കൊഴുപ്പ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചാണ് വേവിക്കാനായിട്ട് വയ്ക്കുന്നത്. ഒരു 6 വിസിൽ മാക്സിമം വേവിച്ചെടുത്തതിന് ശേഷം ഒരു പാൻ വെച്ച് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് ഇതിനകത്ത് നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകമല്ല വലിയ ജീരകം, അതൊരു 1 ടീസ്പൂൺ നിറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകമല്ല വലിയ ജീരകമാണ്. അതിട്ടതിന് ശേഷം വീണ്ടും നമ്മുടെ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മുടെ സവാള, ഞാനൊരു 2 സവാള വലിയ സവാളയാണ് കേട്ടോ, ചെറുതാക്കി കട്ട് ചെയ്ത 2 സവാള ഞാൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അത് നല്ലപോലെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ഞാനൊരു 10-15 വലിയ, അത്യാവശ്യം ഒരുപാട് ചെറിയ കൊച്ചുള്ളിയല്ല, വലിയ കൊച്ചുള്ളിയായിരുന്നു, അത് ഒരു 15 എണ്ണം ഞാൻ വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വാടി വന്ന സവാളയിലോട്ട് നമ്മുടെ കൊച്ചുള്ളി ചേർത്ത് കൊടുത്തു. കൊച്ചുള്ളി നല്ലപോലെ വാടി വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഒരു മുഴുവനെ വെളുത്തുള്ളി ഉണ്ടല്ലോ, എൻ്റെ ഉണ്ടായിരുന്നത് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം മുഴുവൻ എടുക്കുക. ഇതിൽ അത്യാവശ്യം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വേണം. പിന്നെ 3 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചതച്ച് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സായി ഒരു നല്ല മണം വരുമല്ലോ, ആ സമയത്ത് നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഞാൻ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല, മഞ്ഞൾപ്പൊടി, ഇപ്പം ഞാൻ കാശ്മീരി മുളകും സാദാ മുളകും യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് യൂസ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ഉടച്ച് നമ്മുടെ ഉള്ളിയൊക്കെ നല്ല കുഴമ്പ് പരുവത്തിലാകുമ്പോഴത്തേനും നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന പതിരും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് നല്ലപോലെ ഇളക്കി വരുമ്പോഴത്തേനും അതിനകത്തുള്ള വെള്ളം തന്നെയാണ് കേട്ടോ, വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുന്നില്ല. കുറച്ച് ജീരകത്തിൻ്റെ പൊടി അങ്ങനെയൊക്കെ ചേർക്കുക. ഞാൻ ചേർത്തിട്ടില്ല, ഞാൻ കുരുമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതും ഇട്ട് കറിവേപ്പില ഇട്ട് ഒന്നും കൂടെ ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോഴത്തേനും നമ്മുടെ കറി റെഡിയാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പതിര് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.